ഹലോ നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ സ്വർണ്ണവില അറിയിക്കുന്ന ഗോൾഡ് റേറ്റ് ടുഡേ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ സ്വർണ്ണവിലയിലേക്ക് കടക്കുന്നതിന് മുൻപായി എല്ലാ ദിവസവും സ്വർണ്ണവിലയും വെള്ളിവിലയും സ്വർണ്ണത്തെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളും യഥാസമയം ലഭിക്കാനായി സ്ക്രീനിൽ വലതുവശത്ത് കാണുന്ന ചുവന്ന നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയതിനു ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ അമർത്തി തുടർന്ന് വരുന്ന ഓപ്ഷൻസിൽ ഓൾ എന്ന് സെലക്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് നൽകാനും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക. ഇന്ന് 2025 ജൂലൈ മാസം 10-ാം തീയതി, മിഥുനമാസം 26-ാം തീയതി, വ്യാഴാഴ്ച. സമയം രാവിലെ 6 മണി. സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഓരോ ദിവസവും മാറി മാറി കൂടിയും കുറഞ്ഞും സഞ്ചരിക്കുകയാണ് സ്വർണ്ണവില. സംസ്ഥാനത്ത് തിങ്കളാഴ്ച പവന് 400 രൂപ കുറഞ്ഞ സ്വർണം ചൊവ്വാഴ്ച 400 രൂപ ഉയർന്നിരുന്നു. എന്നാൽ ഇന്നലെ വീണ്ടും തകർച്ച നേരിട്ട സ്വർണ്ണവില പവന് 480 രൂപയും ഗ്രാമിന് 60 രൂപയും കുറഞ്ഞു. 72,000 രൂപയാണ് ഇപ്പോൾ കേരളത്തിൽ ഒരു പവൻ്റെ വില. ഗ്രാമിന് 9,000 രൂപയും. അന്താരാഷ്ട്ര മാർക്കറ്റിലും ചാഞ്ചാട്ടം തുടരുന്ന സ്വർണം കഴിഞ്ഞ ദിവസം ഉയർന്നതിന് ശേഷം ഇന്നലെ വൻ തകർച്ച നേരിട്ടുകൊണ്ട് $3,300 താഴേക്ക് ഇറങ്ങിയിരുന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും ഉയർന്ന് $3,310 പരിധിയിലാണ് എത്തി നിൽക്കുന്നത്. അന്താരാഷ്ട്ര വിലയ്ക്കനുസരിച്ച് സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവില വീണ്ടും ഉയരാനാണ് സാധ്യത. ഇന്ന് രാവിലെ സ്വർണ്ണവില അന്താരാഷ്ട്ര മാർക്കറ്റിൽ 1 ഔൺസ് സ്വർണ്ണത്തിന് $3,311. സംസ്ഥാനത്ത് ഇന്ന് രാവിലെ 24 കാരറ്റ് സ്വർണ്ണവില 1 ഗ്രാം 9,818 രൂപ, 1 പവൻ 78,545 രൂപ. 18 കാരറ്റ് സ്വർണ്ണവില 1 ഗ്രാം 7,363 രൂപ, 1 പവൻ 58,909 രൂപ. സംസ്ഥാനത്ത് ഇന്ന് രാവിലെ 916 അഥവാ 22 കാരറ്റ് സ്വർണ്ണവില 1 ഗ്രാം 9,000 രൂപ, 1 പവൻ 72,000 രൂപ. ഇന്ന് സംസ്ഥാനത്ത് വെള്ളിവില 1 ഗ്രാം 119 രൂപ, 1 കിലോ 1,19,000 രൂപ. ഇന്നത്തെ മാറി വരുന്ന പുതിയ സ്വർണ്ണവില ഇന്ന് രാവിലെ 10 മണിക്ക് ശേഷം പുതിയ വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ വഴി കൂടുതൽ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതിനായി താഴെ കാണുന്ന ലിങ്ക് ഫോളോ ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ഓർമ്മിപ്പിക്കുന്നു. താങ്ക്